ഉയിർപ്പ് 5 മുതൽ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 17 5 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങളുടെ വിശകലനം. പ്രയോജനമില്ലാത്ത ദാസന്മാർ. അവന്റെ ശിഷ്യന്മാർ സ്നേഹിതന്മാരാണ്, അവന്റെ ശിഷ്യന്മാർ മക്കളാണ്, അവന്റെ ശിഷ്യന്മാർ ദാസന്മാരാണ്. നാം ഇതിൽ ഏതു വിഭാഗത്തിൽപ്പെട്ടവരായാലും കൃതജ്ഞതയോ പ്രതിഫലമോ ഇച്ഛിക്കാതെ ദൈവശുശ്രൂഷ ചെയ്യണം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു വീട്ടിൽ അമ്മമാർ ചെയ്യുന്ന ജോലികൾ പോലെ എല്ലാം ഭംഗിയായും സമർത്ഥമായും ചെയ്ത ശേഷം ചുമതലകൾ നിർവഹിക്കുക മാത്രമേ ചെയ്തുള്ളൂ എന്ന് പറയാൻ ഒരു ദൈവ പൈതലിന് കഴിയണം. നമ്മുടെ സ്രഷ്ടാവും പരിപാലകനും ദൈവവുമാണ് എന്നതിനാലും നമുക്കുള്ളതെല്ലാം ദൈവത്തിന്റെ ദാനമാണ് എന്നുള്ളതിനാലും നമ്മുടെ മേലുള്ള എല്ലാ അധികാരവും ദൈവത്തിനാണ് എന്ന് നാം മറക്കരുത്. അതിനാൽ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ദൈവത്തിന് നിരക്കുന്നതും ദൈവത്തോട് ആലോചന ചോദിച്ചു കൊണ്ടുള്ളതുമാകണം. ലൗകിക നേട്ടങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് നാം ചെയ്യുന്ന ഒരു പ്രവർത്തനവും ദൈവത്തിന്റെ കണക്കിൽ എഴുതപ്പെടുകയില്ല. ലോകത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവന് ലോകത്തിന്റെ പ്രതിഫലവും ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവന് ദൈവത്തിന്റെ പ്രതിഫലവും ലഭിക്കുന്നു.